ഞാൻ എവിടെ പോകാൻ ഒരുങ്ങിയാലും ചെക്കൻ്റെ മുഖം ഇങ്ങനെയായിരിക്കും. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മുഖം പാവും. അവന് ഭയങ്കര സങ്കടമാണ് ഞാൻ എവിടെ പോകണം. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിലോട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ കൊച്ചി എത്തി. കൊച്ചി ടു ഡബ്ലിനാണ് എൻ്റെ ട്രിപ്പ്. ഇമിഗ്രേഷനൊക്കെ കുറച്ച് പേടിയായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ സൂപ്പറായിട്ടെല്ലാം നടന്നു. എമിറേറ്റ്സിലാണ് ഗൈസ് പോകുന്നത്. ഇത്രയും കാലം ഇൻഡിഗോയും സ്പൈസ് ജെറ്റുമാണ് ഡൊമസ്റ്റിക്, പിന്നെ നമുക്കത് മതിയല്ലോ. എമിറേറ്റ്സിലെ എക്സ്പീരിയൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ അവരൊരു മെനു കാർഡ് തരും. ആ മെനു കാർഡിലുള്ള ഫുഡാണ് നമുക്ക് അവൈലബിൾ. മെനു കാർഡിലുള്ള ഫുഡാണ് നമുക്ക് കിട്ടുക. അതിലാകെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വെജ് ഓർ നോൺ വെജ്, വേറെ ഒന്നുമില്ല. പിന്നെ ഫ്ലൈറ്റിലിരുന്ന് വൺ ബോറടിയാണ്. ആകെ ഒരു ഈ ഇൻഫർമേഷൻ മാത്രം നോക്കിയിരിക്കും. എത്ര ഹൈറ്റിലാണ് പോകുന്നത്, എത്ര ഡിഗ്രിയാണ് ഔട്ട് ടെമ്പറേച്ചർ, എത്ര സ്പീഡിലാണ്, പിന്നെ ആ മാപ്പ് നോക്കി ചുമ്മാ അങ്ങിരിക്കുക. അങ്ങനെ കുറേ ഇരുന്നപ്പോൾ ദുബായ് എത്താനായി. ഒരു കൊച്ചിൻ ടു ദുബായ് ഒരു 3.5 to 4 മണിക്കൂറാണ് ട്രാവൽ വരുന്നത്. ദുബായ് ടു ഡബ്ലിനോട്ടുള്ള ഫ്ലൈറ്റിനായിട്ട് നമുക്ക് ഗൈസ് ട്രെയിൻ വരെ യൂസ് ചെയ്യണം. അത്രയും വലിയ എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഉപകാരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് വെള്ളം കുടിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണോ, അതിനെല്ലാം അടിപൊളിയാണ് ക്രെഡിറ്റ് കാർഡ്. അടുത്ത 7.5 മണിക്കൂർ ട്രാവലിംഗ് ദുബായ് ടു ഡബ്ലിൻ. ഓഫ്, എൻ്റെ അമ്മ ശരിക്കും ഇരുന്നിരുന്നുണ്ടല്ലോ കൊതത്തിൻ്റെ ഊപ്പാടളകി പോവും ഗൈസ്. അങ്ങനെ 7.5 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ലാൻഡിംഗ് ടു ഡബ്ലിൻ. ചക്കു സമയം എത്ര ഇവിടെ? രാത്രി 9 മണി. ഇതെന്ത് രാവിലെയാണോ? ഗൈസ്, അയർലൻഡിലെ പിച്ചക്കാരുകൾ ബസ്സിൽ പോകാൻ നിൽക്കുന്നു. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഞാൻ ഡബ്ലിനിൽ എത്തുക എന്നുള്ളത്. എൻ്റെ പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഡബ്ലിൻ